ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ചുമ്മാ ഇങ്ങനെ സച്ചിയെയും രേവതിയെയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ രവിയോട് ഇങ്ങനെ പറയുകയാണ്, ഇവൻ കുടിച്ച് ലെക്ക് കെട്ട് എവിടെയെങ്കിലും കിടന്നിട്ടുണ്ടാവും, അതുകൊണ്ട് അവൻ്റെ ഫോൺ എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവും, പാർട്ടിക്ക് അതേപോലെയാണല്ലോ കാണിച്ചു കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്ക് ചന്ദ്രയെ സൂക്ഷിച്ച് സംസാരിക്കണം, ഇവനല്ല മദ്യം കുടിച്ചത്, ഇവിടെ ആരാണ് മദ്യം കുടിച്ചതെന്നൊക്കെ നന്നായിട്ട് അറിയാം, നിനക്കും നന്നായിട്ട് അറിയാം. എന്നിട്ട് സച്ചിയെ കുറ്റപ്പെടുത്താതെ കയറി പോകാൻ നോക്ക് ചന്ദ്ര, നിനക്ക് വേറെ ജോലിയൊന്നുമില്ല, നീ അടുക്കളയിൽ പോയതിൽ ജോലി ചെയ്യാൻ നോക്ക്. സമാധാനത്തോടെ മനുഷ്യനെ ചായ കുടിക്കാനും സമ്മതിക്കില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര നേരെ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോവാണ്. കയറിപ്പോയി കഴിഞ്ഞപ്പോഴേക്കും, എടാ മോനെ സച്ചി, നീ ഇവിടെ ഇരിക്കുക, നീ സങ്കടപ്പെടേണ്ട, പോയത് പോയി, നമുക്കൊരു പുതിയ ഫോൺ മേടിക്കാം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. മോളെ രേവതി, അവനോട് പുതിയൊരു ഫോൺ മേടിക്കാൻ പറ, അതായിരിക്കും നല്ലത്, നീ കയറി പോകും മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി അകത്തേക്ക് പോവാം. പക്ഷേ രവിക്ക് സച്ചിയുടെ ഫോൺ പോയതിൽ ഭയങ്കര സങ്കടമുണ്ട്, ആകെ സങ്കടപ്പെട്ടൊരവസ്ഥയിൽ നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ സച്ചി ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി വന്നിട്ട്, സച്ചിയേട്ടാ, വീട് സച്ചിയേട്ടാ, ഇനി അതിനെക്കുറിച്ച് ഓർത്തൊന്നും ഇങ്ങനെ സങ്കടപ്പെടണ്ടെന്നേ, നമുക്കൊരു പുതിയ ഫോൺ മേടിച്ചാൽ പോരെ, അതോടെ ആ പ്രശ്നം തീർന്നില്ലേ? അതല്ല രേവതി, അതിലുണ്ടായ ആ സംഭവങ്ങളെല്ലാം, അതാണ് എൻ്റെ മനസ്സിനെ അലട്ടുന്നത്. സംഭവങ്ങളോ? അല്ല, സംഭവങ്ങളല്ല, അതിൻ്റെ ഉള്ളിൽ കുറേ നമ്പേഴ്സ് ഉണ്ടല്ലോ, പിന്നെ അതുമാത്രമല്ല, ആ ഫോണിലേക്കാണ് എന്നെ ടാക്സി ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കുന്നത്. അതൊക്കെ ആലോചിച്ചപ്പോൾ ഒരു ടെൻഷൻ തോന്നി രേവതി, അതുകൊണ്ടാണ് എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട്. അത് വിട് സച്ചിയേട്ടാ, എന്ത് ചെയ്യാനായിട്ട് കഴിയും? പിന്നെ നമുക്ക് ഇപ്പോൾ ആ നമ്പറിൽ തന്നെ പുതിയൊരു സിം എടുക്കാനായിട്ട് പറ്റുമെന്ന്. സിം എടുക്കാനായിട്ട് പറ്റുമോ? എന്നോട് വർഷയെ പറഞ്ഞത്, ആ നമ്പറിൽ തന്നെ പുതിയൊരു സിം എടുക്കാൻ പറ്റുമെന്ന് വർഷ എന്നോട് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത് എടുത്താൽ മതിയല്ലോ, നമുക്കൊരു പുതിയ ഫോൺ മേടിക്കാം, ആ നമ്പറിൽ തന്നെ ഒരു സിമ്മും എടുക്കാം, അത്രയല്ലേ പ്രശ്നം വരുള്ളൂ. രേവതി, എനിക്ക് ഇന്ന ദേവീക്ഷേത്രത്തിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു ദേവീക്ഷേത്രത്തിൻ്റെ സ്ഥലവും പേരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ആണോ? സച്ചേട്ടൻ്റെ ഫോൺ പോയതിന് വഴിപാട് നേരാൻ വേണ്ടി പോയതാണല്ലേ, പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണല്ലേ? എങ്കിൽ ഞാനും വരാം സച്ചേട്ടാ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് പോകാം, അതായിരിക്കും നല്ലത് സച്ചേട്ടാ എന്ന് പറയുമ്പോൾ, എൻ്റെ പൊന്ന് രേവതി, അതിനു വേണ്ടിയൊന്നുമല്ല, ഞാനിപ്പോൾ ഒരു ഓട്ടം പോവുകയാണെന്നേ, അതിനു വേണ്ടി പോവുകയാണ്. അയ്യോ സച്ചിയേട്ടാ, ഓട്ടം പോവാണോ? അയ്യോ, അപ്പോൾ സച്ചിയേട്ടൻ്റെ കയ്യിൽ ഫോണില്ലല്ലോ, എനിക്കൊന്ന് വിളിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും സച്ചിയേട്ടാ എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ അതൊന്നും കുഴപ്പമൊന്നുമില്ല രേവതി, അത് പറഞ്ഞാൽ പറ്റില്ല. സച്ചിയേട്ടൻ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഫോണില്ലേ, എൻ്റെ ഫോൺ സച്ചിയേട്ടൻ കൊണ്ടുപോയിക്കോ, അപ്പോൾ എനിക്ക് വിളിക്കാമല്ലോ. അത് വേണ്ട എന്നേ, എന്തിനാണ് നിൻ്റെ ഫോണ്? വേണം, അല്ലാതെ എനിക്ക് സച്ചിയേട്ടനെ വിളിക്കാനായിട്ട് പറ്റില്ല, സച്ചിയേട്ടൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങോട്ടും വിളിക്കണ്ടേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, അത് പിന്നെ ഞാൻ കൊണ്ടുപോകുന്ന അവരില്ലേ, അവരുടെ ഒരു ഫാമിലിയാണ്, ആ ഫാമിലിയുടെ കയ്യിൽ നിന്നും നമ്പർ മേടിച്ചിട്ട് ഞാൻ നിന്നെ വിളിച്ചോളാം, ഫോൺ മേടിച്ചിട്ട് ഞാൻ നിന്നെ വിളിച്ചോളാം, അതിനൊന്നും യാതൊരു പ്രശ്നമൊന്നുമില്ല രേവതി എന്ന് പറഞ്ഞപ്പോഴേക്കും, സച്ചിയേട്ടാ അത്രയ്ക്ക് വേണോ സച്ചിയേട്ടാ? എനിക്കിപ്പോൾ ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാനാണെങ്കിൽ വേറെ ആരെങ്കിലും ഫോണിൽ നിന്നൊക്കെ വിളിച്ചോളാം, അല്ലെങ്കിൽ അച്ഛൻ്റെ ഫോണിൽ നിന്നാണെങ്കിലും വിളിക്കാനായിട്ട് പറ്റുമല്ലോ, സച്ചിയേട്ടൻ ഈ ഫോൺ കൊണ്ടുപോയിക്കോളാനേ. വേണ്ട രേവതി, പറഞ്ഞാൽ കേൾക്ക്, എനിക്ക് ഫോണൊന്നും വേണ്ട, എനിക്ക് എൻ്റെ ഫോണിൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് ആകെ പേടി തോന്നുന്നത്. ദൈവമേ, ആ ഫോണിൻ്റെ ഉള്ളിലുള്ള ഇതൊക്കെ ആരെങ്കിലും കാണുമോ എന്നാണ് ഇപ്പം എൻ്റെ ഒരു പേടി. ഫോണിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ കാണുമെന്നോ? സച്ചിയേട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഫോണിനുള്ളിലുള്ളത് ആരെന്ത് കാണാനാണ്? അതല്ല രേവതി, അത് വേറൊന്നുമല്ല, നമ്മുടെ ഫോട്ടോസ്, നമ്മളന്ന് പാർട്ടിക്ക് പോയ ഫോട്ടോസ് കുറേ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കാണുമോ എന്നാണ് ഞാൻ ചോദിച്ചത്. അത് കണ്ടാലെന്താ പ്രശ്നം? നമ്മൾ ഭാര്യയും ഭർത്താവും അല്ലേ, പിന്നെന്താ ഫോട്ടോസ് കണ്ടാൽ പ്രശ്നം? അല്ല, നമ്മൾ കുറേ വേഷം കെട്ടിയൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, ആ ഒരു ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നാണ് എൻ്റെ ഒരു സംശയം. അയ്യടാ, അങ്ങനെ ഒരു പ്രശ്നമാവില്ല, അങ്ങനെ വേഷം കെട്ടിന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല, നല്ല ഫോട്ടോസ് അല്ലേ, നമ്മൾ നല്ല ഭംഗിയായിട്ട് തന്നെയല്ലേ അണിഞ്ഞൊരുങ്ങിയത്, പിന്നെന്താ കുഴപ്പം? സച്ചിൻ അതൊക്കെ വിട് സച്ചിയേട്ടാ, ചുമ്മാ ഈ കാര്യം പറഞ്ഞുകൊണ്ട് ടെൻഷൻ അടിക്കാതെ. ശരി രേവതി, എങ്കിൽ പിന്നെ ഞാൻ പോകാനുള്ള ഒരു കാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടി താഴത്തേക്ക് ഇറങ്ങാം. അപ്പോൾ അച്ഛാ, എനിക്കൊരു ഓട്ടോ ഉണ്ട് കേട്ടോ അച്ഛാ, ഞാനത് ഇന്നൊരു അമ്പലത്തിൻ്റെ രീതിയിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞപ്പോഴേക്കും, എടാ മോനെ സച്ചി, നിൻ്റെ ഫോൺ കിട്ടിയില്ലല്ലോ അല്ലേ? ഇല്ല അച്ഛാ, ഫോൺ കിട്ടില്ല. എടാ, അപ്പോൾ പിന്നെ നീ ലോങ് യാത്ര പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് വിളിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഫോൺ എടുത്തോ. വേണ്ട അച്ഛാ. എടാ സാരമില്ലെന്ന്, എൻ്റെ ഫോൺ എടുത്തിട്ട് പോയിക്കോ, എനിക്കിപ്പോൾ ഫോണിൻ്റെ കാര്യമൊന്നുമില്ല. അച്ഛനാരെങ്കിലും വിളിച്ചാലോ, പിന്നെ അച്ഛനും ആർക്കെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ അച്ഛന് ഫോൺ വേണ്ടേ? എടാ, അതിനല്ലേ ഇവിടെ ഫോണുള്ളത്, ലാൻഡ് ഫോണൊക്കെ ഇല്ലേ, അതിൽ ഞാൻ വിളിച്ചോളാം. നീ എൻ്റെ ഫോണും കൊണ്ട് പോയിക്കോ,
അല്ലെങ്കിൽ ഒരു ദൂരയാത്ര പോവല്ലേ, നിനക്ക് അത്യാവശ്യമായിട്ട് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ വിളിക്കാനുണ്ടെങ്കിൽ എന്ത് ചെയ്യും? വിളിച്ചല്ലേ മതിയാവുള്ളൂ, നീ അച്ഛൻ്റെ ഫോൺ കൊണ്ടുപോയിക്കോ മോനെ എന്ന് പറഞ്ഞപ്പോഴേക്കും വേണ്ട അച്ഛാ. അപ്പോൾ രേവതിയാണെങ്കിൽ ഞാൻ സച്ചിയേട്ടനോട് ഒരുപാട് പറഞ്ഞു നോക്കി അച്ഛാ, പക്ഷെ സച്ചിയേട്ടൻ പറയുന്നത് ഒരു ഫാമിലി ആയിട്ടാണ് ദൂരയാത്ര പോകുന്നത്, അപ്പോൾ അതുകൊണ്ട് ആ ഫാമിലിയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ച് നമ്മളെ വിളിച്ചോളാം എന്നാണ് സച്ചിയേട്ടൻ പറഞ്ഞിരിക്കുന്നതെന്ന് പറയാണ്. എടാ അത് വേണോ, അതൊക്കെ അവർക്കൊരു ബുദ്ധിമുട്ടാവൂല്ലേടാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ലച്ചാ, അവർക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും ഞാൻ എപ്പോഴെപ്പോഴും വിളിക്കുന്നില്ലല്ലോ, ഇതേ കുറേ മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2-3 പ്രാവശ്യം വിളിക്കും, അത്രയല്ലേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അവർ ഫോൺ തന്നോളൂ വെച്ചാ. ശരി എങ്കിൽ പിന്നെ മോനെ നീ വിളിക്കണം കേട്ടോ, നീ വിളിക്കാതിരിക്കരുത്, ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണ്, പിന്നെ രേവതിക്ക് അല്ലെങ്കിൽ ടെൻഷനാവും. ശരി അച്ഛാ, ഞാൻ വിളിച്ചോളാം. അങ്ങനെയും പറഞ്ഞുകൊണ്ട് യാത്രയും പറഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങിയാണ് സച്ചി കാറിലേക്ക് കയറിയിരിക്കുമ്പോഴും വീണ്ടും എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ച് ആ ഫോണിനെ കുറിച്ച് ആലോചിക്കണം. അതിനുള്ള ആ ശരത്തിൻ്റെ വീഡിയോ ലീക്ക് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ആകെ പണിയാവുമെന്ന് നന്നായിട്ട് അറിയാം. രേവതി അറിഞ്ഞു കഴിഞ്ഞാലും ചന്ദ്ര അറിഞ്ഞു കഴിഞ്ഞാലും ആകെ പ്രശ്നമാകുമെന്ന് നമ്മുടെ സച്ചിക്കറിയാം. അപ്പോൾ രേവതി ചോദിക്കണം, എന്താ സച്ചിയേട്ടൻ എന്താ ഈ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ ആ ഫോണിനെ കുറിച്ച് ആലോചിച്ചത്, ഞാൻ പറഞ്ഞല്ലോ ആ ഫോണിനെ കുറിച്ച് ആലോചിക്കണ്ട, അത് വിട്ടേര്, നമുക്കൊരു പുതിയ ഫോൺ മേടിക്കാം, ഇനി അതിൻ്റെ പിന്നാലെ പോയ ചുമ്മാ തലവേദന ഉണ്ടാക്കി വെക്കേണ്ടി വരും, അതുകൊണ്ട് അതങ്ങോട്ട് വിട്ടേര് സച്ചിയേട്ടാ എന്ന് പറയണം. ശരി രേവതി, ഞാൻ പോവാണേ. ശരി സച്ചിയേട്ടാ. അങ്ങനെ സച്ചി അവിടെ നിന്ന് പോവാണ്. സച്ചി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്ക് രേവതി ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തായാലും പാവ സച്ചിയേട്ടൻ്റെ ഫോൺ പോയതിൽ ഭയങ്കര സങ്കടമുണ്ട്, അതുകൊണ്ട് എനിക്കൊരു ഫോൺ മേടിക്കണം, അതിപ്പോൾ ലോൺ എടുത്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇന്ന് തന്നെ മേടിക്കണം. സച്ചിയേട്ടൻ വരുന്നതിന് മുമ്പ് തന്നെ സച്ചിയേട്ടൻ്റെ സർപ്രൈസ് ആയിട്ട് ആ ഫോൺ മേടിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് രേവതി രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ രേവതി നേരെ സ്കൂട്ടറിൽ പോയപ്പോൾ നേരെ ശരത്തിനെ വിളിക്കുകയാണ്. എടാ ശരത്തെ, നീ എവിടെയാണ്, നീ ബിസിയാണെന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചി പറയേച്ചി എന്താ കാര്യം? എടാ ശരത്തെ, സച്ചേട്ടൻ്റെ ഫോൺ പോയില്ലേടാ. ആ ചേച്ചി ഫോൺ പോയല്ലേ ചേച്ചി, ഇപ്പം എന്ത് ചെയ്യാനാണ് ചേച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും ഞാൻ ഫോൺ പോയത് അറിഞ്ഞായിരുന്നു, എന്ത് ചെയ്യാനാണ് ചേച്ചി എന്നൊക്കെ ചോദിക്കുകയാണ്. എടാ സച്ചേട്ടനെ പെട്ടെന്ന് തന്നെ ഒരു ഫോൺ മേടിക്കണം, പാവം വല്ലാത്ത സങ്കടത്തിലാണ്, ഫോണിനെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കര സങ്കടത്തിലാണ്. പിന്നെ സച്ചൻ്റെ കുറേ കസ്റ്റമറൊക്കെ ഉണ്ട്, ആ കസ്റ്റമറൊക്കെ പോയെന്നും പറഞ്ഞുകൊണ്ട് ആകെ സങ്കടത്തിൽ നിൽക്കുകയാണ്. എടാ നീയേ എൻ്റെ കൂടെ ഫോൺ മേടിക്കാനായിട്ട് വരാവോ എന്ന് ചോദിക്കുകയാണ്. അയ്യോ ചേച്ചി, ഞാൻ ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവാണ്, ഒരു മണിക്കൂർ കാത്തിരിക്കാവോ എന്ന് ചോദിച്ചപ്പോഴേക്കും അതിലെന്താടാ ഞാൻ കാത്തിരിക്കാം എന്ന് പറയാം, നീ എത്രയും പെട്ടെന്ന് വരണോട്ടോ. ശരി ചേച്ചി, ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക. അങ്ങനെ നമ്മുടെ രേവതി അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ ഇറങ്ങി വരുമ്പോഴാണ് രേവതിയെ പരിചയമുള്ള ഒരു അയൽവക്കക്കാരി കാണുന്നത്. അപ്പോൾ രേവതിയോട് ചോദിക്കണം, എന്ത് പറ്റി രേവതിയുടെ മുഖത്ത് ഭയങ്കര ക്ഷീണമാണല്ലോ, ഒരു സന്തോഷമില്ലാത്ത പോലെ, എന്ത് പറ്റി രേവതി എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ചേച്ചി വേറെ ഒന്നുമല്ല, സച്ചിയേട്ടൻ്റെ ഫോൺ പോയേ, ആ ഫോണിനകത്തായിരുന്നു എല്ലാ ഇതും ഇരിക്കുന്നത്, അതുകൊണ്ട് സച്ചിയേട്ടൻ ഭയങ്കര സങ്കടം, സച്ചിയേട്ടനൊരു ഫോൺ മേടിച്ചു കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം, അത് മേടിക്കാൻ തന്നെ പോവാണ്, പക്ഷെ എത്ര രൂപ ആകും എന്താകുമെന്നൊന്നും അറിയില്ല, പൈസ കയ്യിലാണെങ്കിൽ ഇല്ലേ താനും. രേവതിയുടെ കയ്യിൽ പൈസ ഇല്ലെന്നോ? അല്ല ചേച്ചി, ഉണ്ടികയിലും പിന്നെ ബാങ്കിലും ഒക്കെ പൈസയുണ്ട്, അതെടുത്താൽ ശരിയാവില്ല, അതൊരു അത്യാവശ്യത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ചേച്ചി, അപ്പോൾ അതുകൊണ്ട് അതെടുത്താൽ ശരിയാവില്ല ചേച്ചി എന്നൊക്കെ പറയാം. അയ്യോ, ഇത് വല്ലാത്തൊരു കഷ്ടമായി പോലെ രേവതി. ചേച്ചി, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ചേച്ചിക്കൊന്നും തോന്നരുത്. നീ എന്ത് ചോദിച്ചാൽ എനിക്ക് എന്ത് തോന്നാനാണ്? എനിക്ക് മനസ്സിലായി എന്താ ചോദിക്കാൻ പോകുന്നതെന്ന്. നീ കടം തന്ന പൈസയല്ലേ, അത് ചോദിക്കുന്നതിന് എന്തിനാണ് ഇങ്ങനെ നാണക്കിടുന്നത്? നീ തന്ന പൈസയല്ലേ, അല്ലെങ്കിൽ ഞാൻ രേവതിയെ വിളിക്കാനിരിക്കുകയായിരുന്നു, നീ തന്ന പൈസ തരാൻ വേണ്ടി തന്നെ. എൻ്റെ കയ്യിലുണ്ട് ആ പൈസ, ഇത് 4000 രൂപയുണ്ട്, ഈ പൈസ കയ്യിൽ വെച്ചോ എന്ന് പറഞ്ഞപ്പോഴേക്കും രേവതിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ചേച്ചി ഒരുപാട് നന്ദി ഉണ്ട് ചേച്ചി, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. പിന്നെ രേവതി, എൻ്റെ കയ്യിൽ 2000 രൂപയും കൂടി ഉണ്ട്, അതും കൂടി ഞാൻ തരാം, നീ നല്ലൊരു ഫോൺ തന്നെ മേടിച്ച് കൊടുക്കുക എന്ന് പറയാം. അയ്യോ വേണ്ട ചേച്ചി അത് വെച്ചപ്പോൾ തൽക്കാലം ഇത് മതി ചേച്ചി, അത്രയും വലിയ വില കൂടിയ ഫോണൊന്നും മേടിക്കുന്നില്ല, തൽക്കാലം ഫോൺ മേടിക്കാനുള്ള പൈസയൊക്കെ എൻ്റെ കയ്യിലായി ചേച്ചി. എങ്കിൽ പിന്നെ രേവതി ഉടനെ തന്നെ സച്ചിക്കൊരു ഫോൺ മേടിച്ച് കൊടുക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയെ പറഞ്ഞയക്കാം. അങ്ങനെ നമ്മുടെ
ശ്രുതിയെ കാണിക്കുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ആകെ അമ്പലാക്കിൽ നിൽക്കുക, ഇങ്ങനെ എന്താകും റിസൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് മീര വന്ന്, എടി ശ്രുതി, നിന്റെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങളെല്ലാം സാധിച്ചിട്ടോ, നീ ഇത് വല്ലതും കണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശ്രുതി മീരയുടെ ഫോൺ നോക്കി കഴിഞ്ഞപ്പോഴേക്കും വീഡിയോസ് മുഴുവൻ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ശരത്ത് ചന്ദ്രയുടെ കയ്യിൽ നിന്നും പണം മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന ആ രംഗം ഫുള്ള്, എടി നോക്കിയടി എന്ത് ലൈക്കാണ്, കമൻറ്റുകൾ വന്നേക്കണം, വരല് കണ്ടോ, ഇത് മതിയടി അവർക്കിട്ട് പണി കൊടുക്കാൻ എന്നൊക്കെ പറയാം. ശ്രുതി, അവർക്കിട്ട് പണി കൊടുക്കുന്നത് ഓക്കെ, പക്ഷേ രേവതിയുടെ ജീവിതം ആകെ അവതാളത്തിലാവില്ലേ? രേവതിയുടെ കാര്യം ആലോചിച്ചിട്ട് ആകെ സങ്കടം തോന്നുന്നു. രേവതി ഒരു കുറ്റവും ചെയ്തിട്ടില്ല, പക്ഷേ അവളുടെ അനിയനാണല്ലോ ഈ കുറ്റങ്ങളെല്ലാം ചെയ്തത്. ഇത് ആൻറ്റിയുടെ ചെവിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി അധികം താമസിയാതെ അവനെയും അവളെയും വീടിൽ നിന്ന് അടിച്ച് പുറത്താകും. ആ ഒരു കാഴ്ച വേണം എനിക്ക് കാണാനായിട്ട്. എടി, എന്നാലും അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ആ കുടുംബത്തിൽ താമസിക്കേണ്ടവരല്ല അവര്. പിന്നെ അവരടിച്ചിറക്കുന്ന എന്തിനാണ്? അവളുടെ അനിയൻ തെറ്റ് ചെയ്തതിന് എന്തിനാണ് രേവതി ശിക്ഷിക്കുന്നത്? നീയേ കുറേ നാളായല്ലോ രേവതി ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഒറ്റ ആട്ടി ഞാൻ വെച്ച് തന്നാലുണ്ടല്ലോ, ഇനി രേവതിയെ സപ്പോർട്ട് ചെയ്ത് ഒരിക്കലും സംസാരിക്കാൻ നിൽക്കരുത്. അവൾ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവനും അവളും ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞ് ഞാൻ സേഫാണ്. എൻ്റെ ജീവിതം വിട്ട് കളയാനായിട്ട് എനിക്ക് മനസ്സില്ലടി. എനിക്ക് ആഗ്രഹിക്കാതെ കിട്ടിയ ഒരു ജീവിതമാണ് ആ ജീവിതം, പ്രതീക്ഷിക്കാതെ കിട്ടിയ ജീവിതം. അതുകൊണ്ട് ആ ജീവിതം ഞാൻ വിട്ട് കളയില്ല. മാക്സിമം എൻ്റെ അടുത്ത് ഞാൻ പിടിച്ചു നിർത്താനായിട്ട് നോക്കുമെന്നൊക്കെ ശ്രുതി പറയാം. അതുകൊണ്ട് ഏതറ്റം വരെയും പോകാനും എനിക്ക് കുഴപ്പമില്ല. സച്ചിയുടെയും രേവതിയുടെയൊക്കെ ജീവിതം താറുമാറായി പോട്ടെ, എനിക്കതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നൊക്കെ പറയാം. അപ്പം മീരയ്ക്ക് ശരിക്കും മനസ്സിലായി ശ്രുതിയുടെ സ്വഭാവം എന്താണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രേവതിയും അതേപോലെ തന്നെ ശരത്തും കൂടി ഒരു ഫോൺ കടയിലേക്ക് ചെന്നിരിക്കുകയാണ്. അപ്പോൾ ഫോൺ കടയിൽ ചെന്നിട്ട്, ചേട്ടാ ഞങ്ങൾക്ക് നല്ലൊരു ഫോൺ എടുക്കാൻ വേണ്ടിയാണ് എന്ന് പറയുകയാണ്. ഏത് മോഡലാണ് നോക്കുന്നത് ചേട്ടാ? നല്ല ഫോണുകളൊന്ന് കാണിച്ചു ചേട്ടാ എന്ന് വെച്ച് പറയുക. അപ്പോൾ ഇങ്ങനെ ഒരു ഫോണുകൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പരിചയമില്ലാത്ത രണ്ടാൾക്കാർ ഇത് അവനല്ലേ എന്ന് പറയാണ്. ശരത്തിനെ നോക്കിയിട്ട് ഇത് അവനല്ലേ എന്ന് പറയാണ്. ശരിയാണല്ലോ, അത് അവൻ തന്നെയാണല്ലോ. അങ്ങനെ ഇവർ വീഡിയോ കാണുകയാണ്. അത് അവൻ തന്നെയാണ്. ദൈവമേ, പകൽ ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും പൈസ മോഷ്ടിച്ചെടുത്തുകൊണ്ട് പോയിട്ട് ഇവനെ ഇവിടെ വിലസിനെടുക്കണം, ഇവനെയൊക്കെ ഒന്നും പോലീസ് പിടിക്കുന്നില്ലേ എന്നൊക്കെ ഇവരിങ്ങനെ പറയാ. പക്ഷേ ശരത്ത് ഒന്നും അറിയുന്നില്ല. ശരത്ത് ഇങ്ങനെ രേവതിയും ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക. ചേട്ടാ ഈ ഫോൺ നല്ല ഫോണാണല്ലോ ചേട്ടാ, ഈ ഫോൺ എത്ര രൂപ വരുമെന്ന് ചോദിച്ചപ്പോഴേക്കും ഇത് ഒരു 12,000 രൂപ വരും. അപ്പോൾ രേവതി, 12,000 രൂപയാ, സാരില്ല, എന്നാലും കുഴപ്പമില്ല, സച്ചിയേട്ടന് വേണ്ടിയല്ലേ, സച്ചിയേട്ടന് വേണ്ടി ഫോൺ എടുക്കാനായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല എന്നൊക്കെ പറയാം. അങ്ങനെ പറഞ്ഞപ്പോഴേക്കും വന്നാൽ പിന്നെ ചേച്ചി ഇത് എടുക്കാമല്ലേ, ഈ ഫോൺ എടുത്തോ, കുഴപ്പമൊന്നുമില്ല ശരത്ത് എന്ന് പറയാം. അപ്പോൾ ഇവരാണെങ്കിൽ ഈ വീഡിയോ എല്ലാം കണ്ട് ശരത്തിനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ ഫോൺ എടുത്ത് പൈസ എല്ലാം കൊടുത്തിട്ട് ഇറങ്ങാം. പിന്നെ ശരത്തെ, നീ പോവല്ലേ? ഞാൻ പോവാണ് ചേച്ചി. പിന്നെ ഇവിടുത്തെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു തരട്ടോ, എനിക്കും പൂ കൊടുക്കാനുണ്ട്, ഞാൻ ഉടനെ തന്നെ പോവാണ്. ശരി ചേച്ചി, ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തീർത്തിട്ട് ഞാൻ പോകുമെന്നൊക്കെ പറയാം. അങ്ങനെ രേവതി വണ്ടിയും കൊണ്ട് പോകുമ്പോൾ നമ്മുടെ സച്ചി വിളിക്കുകയാണ്. അപ്പോൾ സച്ചിയുടെ ഫോൺ നമ്പറിൽ നിന്നല്ലല്ലോ വിളിക്കുന്നത്. ഹലോ, ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, രേവതി ഇത് ഞാനാ, സച്ചിയാന്ന് പറയണം. അയ്യോ സച്ചിയേട്ടനോ? സച്ചിയേട്ടൻ വിളിച്ചല്ലോ, ഭയങ്കര സന്തോഷമായി സച്ചിയേട്ടാ. ഇത് ആരുടെ ഫോണാണ്, ആരുടെ കയ്യിൽ നിന്നാണ് വിളിക്കുന്നത്? അത് ഞാനേ നാട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ കൂടെ വന്ന ഫാമിലിക്ക് അമ്പലത്തിൽ പോകണമെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ കയറിയിരിക്കുക. ഞാനാണെങ്കിൽ അടുത്തുള്ള വണ്ടിക്കാരുടെ കയ്യിൽ നിന്നൊരു ഫോൺ മേടിച്ചിട്ട് ഞാൻ വിളിച്ചതാണ്. എന്തായാലും നന്നായി സച്ചിയേട്ടൻ വിളിച്ചല്ലോ, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. രേവതി, എൻ്റെ ഫോൺ എവിടെ വെച്ചാന്ന് എനിക്ക് ഓർമ്മ തോന്നി. ആണോ? എവിടെയാണ് വെച്ചത് സച്ചിയേട്ടാ എന്ന് ചോദിച്ചപ്പോഴേക്കും, അത് ഞാൻ കോട്ടിൻ്റെ പോക്കറ്റിലാണ് വെച്ചത്. എൻ്റെ പൊന്ന് സച്ചിയേട്ടാ, കോട്ടിൻ്റെ പോക്കറ്റിലില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് കിട്ടൂലേ? പക്ഷേ ഞാൻ വേറെ എവിടെയും വെച്ചില്ല, കോട്ടിൻ്റെ പോക്കറ്റിൽ തന്നെയാണ് വെച്ചത്. അത് മോഷ്ടിച്ചതാണ്. ആര് മോഷ്ടിക്കാനായിട്ട്? അതെനിക്കറിയില്ല. അതറിഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ ഞാൻ കൂമ്പിടിച്ച് തകർത്താനായിരുന്നു, എന്നിട്ട് ആ ഫോൺ ഞാൻ മേടിച്ചാനായിരുന്നു. അതൊക്കെ വിട്ടേരും സച്ചിയേട്ടാ. സച്ചിയേട്ടൻ ഇപ്പോൾ ടെൻഷൻ അടിക്കാതെ നേരെ ഇങ്ങോട്ട് വരാനായിട്ട് നോക്ക്, അതാണ് വേണ്ടത്. അല്ലാതെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടണ്ട, പെട്ടെന്ന് തന്നെ വരാൻ നോക്കുമെന്ന് പറയണം. ശരി രേവതി എന്ന് പറഞ്ഞുകൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ദൈവമേ, സച്ചിയേട്ടൻ വിളിച്ചല്ലോ, സമാധാനമായി എന്ന് പറയാം.
അങ്ങനെ ശ്രുതിക്ക് ഈ വീഡിയോസൊക്കെ കണ്ട് വൈറലായിട്ട് എങ്ങനെ ഇരിക്കുകയാണ്, ഭയങ്കര സന്തോഷം. അപ്പോൾ ശ്രുതിക്ക് ഈ ശ്രുതി ഇത് കാണിക്കണം, എന്നിട്ട് വീട്ടിൽ മുഴുവനും പറഞ്ഞയക്കണം. അങ്ങനെ ശ്രുതി ഭയങ്കര സന്തോഷത്തോടെ വരികയാണ്. ശ്രുതി എന്ന് വിളിച്ചുകൊണ്ട്, ഇത് എന്തെടുക്കുക ശ്രുതി? ഞാനൊന്നും എടുക്കണമെന്നില്ല, ദേ ഈ വീഡിയോ ഒന്ന് കണ്ടേ. വീഡിയോ? എന്ത് വീഡിയോ? ഒന്ന് കാണ് ശ്രുതി, ഇതൊക്കെ വൈറലായിരിക്കുകയാണ്. എന്ത് വീഡിയോ? ഇത് നോക്ക്. അപ്പോൾ ശ്രുതിക്ക് പേടി, എൻ്റെ ദൈവമേ ഇനി മറ്റേ വീഡിയോ വല്ലതും ആണോ? ഞാനും നീലിമയും കൂടിയുള്ള വീഡിയോ ഇവള് കണ്ടോ? ആകെ പ്രശ്നമുള്ള ആ വീഡിയോ ഒക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇതെന്താ ശ്രുതി, നീ എന്തായി ചിന്തിക്കുന്നത്? ഒന്നുമില്ല, എന്തിനാണ് ഈ വീഡിയോ ഒക്കെ കാണുന്നത്? അതിൻ്റെ കാര്യമുണ്ട്. എന്താ വീഡിയോ കണ്ടാൽ? വീഡിയോ കാണ്. ഇതേ വേറൊരു വീഡിയോ അല്ല. എന്താണെന്നറിയാവോ? ഒരുത്തനെ പട്ടാപ്പകല് ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് പൈസ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന രംഗമാണ്. അതായിരുന്നോ? ശരി, നോക്കട്ടെ എന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ഞെട്ടിപ്പോയി. ഇത് അമ്മയുടെ കയ്യിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോവല്ലേ? അപ്പോൾ ഹെൽമെറ്റൊക്കെ മാറ്റി കഴിഞ്ഞപ്പോഴേക്കും ശരത്ത്, ഇത് അവനല്ലേ ശരത്ത്? ദൈവമേ, അപ്പം അവനാണല്ലേ അന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് 1,00,000 രൂപ മോഷ്ടിച്ചുണ്ടോ? അയ്യോ അതെ, ഇത് വല്ലാത്ത കഷ്ടമായി പോയിട്ടോ. പാവൻ രേവതി ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ സങ്കടപ്പെടൂലേ? അയ്യോ, ഒരു കാരണവശാലും ആൻറ്റിയോട് ഈ സത്യങ്ങളൊന്നും പറയല്ലേ, രേവതിയെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കും. പറയല്ലേ എന്നാ? രേവതി അത്ര പാവമൊന്നുമല്ല. നിന്റെ നല്ല മനസ്സുകൊണ്ടാണ് രേവതി പാവമാണെന്ന് പറഞ്ഞത്. അവളും അവനൊക്കെ ഒരുപാട് അങ്ങോട്ട് അഹങ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിടുന്ന പ്രശ്നമില്ല. ഈ കാര്യങ്ങൾ മുഴുവനും ഞാൻ എല്ലാവരോടും തുറന്നു പറയുമെന്ന് ശ്രുതി പറയാ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.